में 5 वर्ष के राघव अब अपने അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം നാഴികക്കല്ലെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി ജനുവരി 22 കലണ്ടറിൽ ഒരു ദിനം മാത്രമല്ല, ഒരു യുഗത്തിന്റെ ഉദയം കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു. അടിമത്തത്തിന്റെ മാനസികാവസ്ഥ വെടിഞ്ഞ രാജ്യം ഇതിലൂടെ സ്വാഭിമാനം വീണ്ടെടുത്തുവെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിലുടനീളം സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അയോധ്യ ചടങ്ങുകൾ പൂർത്തിയായി ഇനി അയോധ്യയിലെ രാഷ്ട്രീയമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയ ഭൂഖണ്ഡത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യം തീർച്ച. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ജനുവരി 22 കലണ്ടറിൽ ഒരു ദിനമല്ല, മറിച്ചൊരു യുഗത്തിന്റെ ഉദയമാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള BJPയുടെ രാഷ്ട്രീയം, ഇനി അങ്ങോട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉന്നം വെക്കുന്നത് എന്തടക്കമുള്ളതിന്റെ കൃത്യമായ സൂചികകളായിരുന്നില്ലേ പ്രധാനമന്ത്രിയുടെ പ്രസംഗം? यहाँ पर ऐसा समागम हुआ है जो सनातन संस्कृति के शाश्वत स्वरूप को स्थापित करता है। यहाँ पर शैव वैष्णव തീർച്ചയായിട്ടും അങ്ങനെ പറയാം സുഹൈൽ. കാരണം പ്രധാനമന്ത്രി ഒരു അതിതീവ്ര ഭാഷയിലുള്ള പ്രസംഗമല്ല നടത്തിയത്, അതായത് രാഷ്ട്രീയ പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ പരോക്ഷമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാമക്ഷേത്രം യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് ആകെ തീ കത്തും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങനെ ഒരു തീയും കത്താതെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇത് ചിലരുടെ സങ്കല്പങ്ങളുടെ കുഴപ്പമാണ്. രാജ്യത്ത് രാമൻ തീ കത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തെ തീ കത്തിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രതീകമല്ല, മറിച്ച് രാജ്യത്തിന് ഊർജം നൽകുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന്റെ പ്രഭാവം രാജ്യത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയവരാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രാജ്യത്തെ അദ്ദേഹം രാമനോട് ക്ഷമാപണം നടത്തി. അത് വലിയ BJPയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അജണ്ടകളുടെ കൂട്ടത്തിൽ രാമക്ഷേത്രം അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ പ്രചരണ കാലഘട്ടത്തിൽ രാമനോട് പ്രധാനമന്ത്രി നടത്തിയ ക്ഷമാപണത്തിന് രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യേകതകളും പ്രാധാന്യമാണ് ഉള്ളത്. കാരണം ഈ രാമക്ഷേത്രം വർഷങ്ങളോളം യാഥാർത്ഥ്യമാകാതെ പോയതിന് കാരണം അടക്കമുള്ളത് അത് തങ്ങളല്ല എന്നത് സ്ഥാപിക്കുകയും മറിച്ച് ഒരു കൂട്ടം ആളുകളുടെ പക്കൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഇത്രത്തോളം കാലം വേണ്ടി വന്നു എന്നതിനാണ് പ്രധാനമന്ത്രി അതിന് ക്ഷമാപണം നടത്തിയത്. രാമൻ പൊറുക്കുമെന്ന് തങ്ങൾ കരുതുന്നു, രാമൻ കരുത്ത് നൽകുമെന്ന് തങ്ങൾ കരുതുന്നു എന്ന പ്രസ്താവനകൾ വഴി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ സുവ്യക്തമായിട്ട് നമുക്ക് വ്യക്തത ലഭിക്കുന്നതാണ്. ഇക്കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എങ്കിലും ആ പ്രസംഗത്തിലെ സന്ദേശങ്ങൾ രാമനെ സ്തുതിച്ചു, രാമനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഈ രാഷ്ട്രീയമായിട്ട് ഉള്ള വിഷയങ്ങൾ തന്നെയാണ്. രാമന് അനീതി ഉണ്ടായി, രാമന് അനീതി നേരിടേണ്ടി വന്നു. കഴിഞ്ഞ 500ഓളം വർഷങ്ങളായി രാമന് അനീതി നേരിടേണ്ടി വന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി ഒരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായില്ല. രാജ്യത്ത് ഉണ്ടായിരുന്ന സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് വന്നത്. രാമനെ കുറിച്ച് തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ രാജ്യത്ത് പ്രചരിപ്പിച്ചു. ആ സങ്കല്പങ്ങളാണ് ഈ വിധത്തിൽ ഇത്രയും കാലം രാമന് നീതി ലഭിക്കാതിരുന്നതിന് കാരണമായത്. ഒടുവിൽ രാജ്യത്ത് കൃത്യമായിട്ടുള്ള സംവിധാനം വന്നപ്പോൾ നമ്മുടെ നീതി വ്യവസ്ഥ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും രാമന് നീതി നൽകുകയും ചെയ്തു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അത് നല്ല വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതാണ്. ഒപ്പമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് രാമൻ എന്നുള്ളത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾ വ്യക്തമാക്കി. അതനുസരിച്ച് രാമൻ എന്നുള്ളത് ഊർജമാണ്, രാമൻ എന്നുള്ളത് വികസനമാണ്, രാമൻ എന്നുള്ളത് സമന്വയമാണ്, രാമൻ എന്നുള്ളത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഘടകമാണ്, രാമൻ എന്നുള്ളത് രാജ്യത്തിന്റെ വ്യക്തിത്വമാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി രാമനെ സംബന്ധിച്ച് വിശദീകരിച്ചു. അത് BJP എങ്ങനെയാണ് രാമനെ ഇനി പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് എന്നതിന് ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് അതിനെ പറയാം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം രാമൻ
രാമൻ എത്രത്തോളം ഏത് വിധത്തിലാണ് BJPയുടെ രാഷ്ട്രീയ ആയുധമായി ഇനി മാറാൻ പോകുന്നത് എന്നതും രാമക്ഷേത്ര ഉദ്ഘാടനം എങ്ങനെയാണ് BJPക്ക് രാഷ്ട്രീയമായിട്ട് ആയുധമാകാൻ പോകുന്നത് എന്നതിനെയും വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ പ്രധാനമന്ത്രി നൽകുന്നതായിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം. ഏതാണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ഈ രീതിയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പരോക്ഷമായി വിശദീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത പക്ഷേ അതും രാഷ്ട്രീയമായി വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ദക്ഷിണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ തനിക്ക് സന്ദർശിക്കാനുള്ള നിയോഗമുണ്ടായി. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം രാമസേതുവിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. രാമസേതുവിൽ എങ്ങനെയാണോ സാധിച്ചത് ആ കാലത്തേക്കുള്ള മടങ്ങിപ്പോക്ക് ഉടനുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച കാര്യവും അദ്ദേഹം പരാമർശിച്ച് പോയി എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ്. ഇപ്പോൾ ഈ അതിഥികളായി എത്തിയിരിക്കുന്നവർ ക്ഷേത്ര സന്ദർശനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാനും കാണാനും സാധിക്കുന്നത്. ഈ ദർശനം കഴിയുന്ന മുറയ്ക്കായിരിക്കും ഇന്നത്തെ മറ്റ് ചടങ്ങുകളിലേക്ക്, ഇനി പൂജാ ചടങ്ങുകളിലേക്ക് അടക്കം കടങ്ങാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രസംഗത്തിന് ശേഷം ഈ അതിഥികളുടെ അടുത്തെത്തി അവരെയെല്ലാം സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് കുബേർ